ബംഗാൾ ഉൾക്കടലിൽ ഈ വർഷത്തെ ആദ്യ ചുഴലിക്കാറ്റായ റിമാൽ രൂപപ്പെട്ടു. ഞായറാഴ്ചയോടെ തീവ്ര ചുഴലിക്കാറ്റായി കരതൊടാൻ സാധ്യത. ടിൻഡു ദാസ് വിവരങ്ങളുമായി ചേരുന്നു. ടിൻഡു, ഒരു ചുഴലിക്കാറ്റ് രൂപപ്പെടുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ ആദ്യ ചോദ്യം ഇതാകും: ഏതൊക്കെ പ്രദേശങ്ങളിലൂടെ സഞ്ചരിക്കും ചുഴലിക്കാറ്റ്? കൃഷ്ണരാജ്, ഈ വർഷത്തെ ആദ്യ ചുഴലിക്കാറ്റാണ് രൂപപ്പെട്ടിട്ടുള്ളത്. ഒമാൻ പാരിട്ട റിമാൻ ചുഴലിക്കാറ്റ് ആദ്യം പ്രവചിച്ചിരുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ രൂപപ്പെടുമെന്നായിരുന്നു 2023 ഡിസംബർ മാസത്തിൽ പ്രവചനമുണ്ടായിരുന്നത്. എന്നാൽ ഈ പ്രവചനങ്ങളെല്ലാം മാറ്റിക്കൊണ്ട് ഈ ചുഴലിക്കാറ്റ് ഇപ്പോൾ ചുഴലിക്കാറ്റ് അറേബ്യൻ കടലിൽ രൂപപ്പെട്ടിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഞായറാഴ്ചയോടുകൂടി റിമാൽ ചുഴലിക്കാറ്റ് തീരം തൊടുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. ഇത് ബംഗാൾ തീരത്തേക്ക് സഞ്ചരിക്കുമെന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം അവസാനമായി രൂപപ്പെട്ടത് മിഗ്ഡോഗ് ചുഴലിക്കാറ്റായിരുന്നു. ഇത് കേരളത്തിലും അതുപോലെ തമിഴ്നാട്ടിലും വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. തമിഴ്നാട് തീരത്തിൽ നിന്നും ബംഗാൾ തീരത്തേക്ക് ചുഴലിക്കാറ്റിന്റെ സഞ്ചാരപാത പ്രവചിക്കുന്നുണ്ട്. നമുക്കറിയാം, ഒരു കാലവർഷം വരുമ്പോൾ ഏറ്റവും ആദ്യം പറയുന്ന കാര്യം എന്ന് പറയുന്നത് കാലവർഷക്കെടുതികൾക്ക് പുറമെ രൂപപ്പെടുന്ന ന്യൂനമർദ്ദവും അതുപോലെ തന്നെ ചുഴലിക്കാറ്റുമാണ്. ഇത്തവണ, അതായത് 2024 മൺസൂൺ കാലത്തെ ആദ്യ ചുഴലിക്കാറ്റ് അറേബ്യൻ കടലിൽ രൂപപ്പെട്ടിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2023 പ്രവചന പ്രകാരം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ രൂപപ്പെടുമെന്നായിരുന്നു ഒരു പ്രവചനം ഉണ്ടായിരുന്നത്. പ്രവചനങ്ങൾക്കെല്ലാം വ്യത്യസ്തമായിട്ട് അറേബ്യൻ കടലിൽ ഇത്തരത്തിലൊരു റിമാൽ ചുഴലിക്കാറ്റ് രൂപപ്പെട്ടിരിക്കുന്നു. ഒമാനാണ് ഈ ചുഴലിക്കാറ്റിന് പേര് ഇട്ടിട്ടുള്ളത്. ബംഗാൾ ഉൾക്കടലിൽ ഈ വർഷത്തെ ആദ്യ ചുഴലിക്കാറ്റ് റിമാൽ രൂപപ്പെട്ടു. ഞായറാഴ്ചയോടെ തീവ്ര ചുഴലിക്കാറ്റായി കരതൊടാൻ സാധ്യത. ടിൻഡു ദാസാണ് വിവരങ്ങൾ നൽകിയത്.